Hi dear students, welcome back to our classes. Today we are going to study WH question words. ഇംഗ്ലീഷിൽ പ്രധാനമായും 2 types questions ആണുള്ളത്. വേറെയും പല question wordsഉം questionsഉം types of questions ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് 2 types question ആണ്. അതിൽ ഒന്ന് yes or no question, രണ്ട് WH question words. ഈ WH question words ഇല്ലാത്ത ഒരു പരീക്ഷ പേപ്പറും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാ എക്സാംസിനും WHൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് ഇതിൻ്റെ മീനിങ് എല്ലാം നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഇന്ന് പഠിക്കാം. അതിനു മുന്നേ ഞാൻ yes or no ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Yes or no questions are those questions that expect yes or no as the answer. These questions do not take the question words when, what, where, etc. Yes or no questions എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എപ്പോഴും yes അല്ലെങ്കിൽ no എന്നായിരിക്കും. ഇതിൽ WHൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ്സും ഉണ്ടാകാറില്ല. അതായത് വാട്ട്സ് യുവർ നെയിം, വെൻ ഡിഡ് യു കം, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനുമല്ല ഈ yes or no ക്വസ്റ്റ്യനകത്ത് വരുന്നത്. പകരം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഈസ് ദിസ് യുവർ ബുക്ക്, ഈസ് ദിസ് യുവർ പെൻ, അങ്ങനെ ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ ആയിട്ട് വരുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഓക്കെ, ഈസ് ദിസ് യുവർ പെൻ എന്ന് ചോദിക്കുമ്പം നമ്മൾ ഒന്നുകിൽ ആ പേന നിൻ്റെതാണോ എന്ന് ചോദിക്കുമ്പം ആൻസർ ആയിട്ട് എന്തായിരിക്കും പറയുക? യെസ് അല്ലെങ്കിൽ നോ. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ആണ് WH ക്വസ്റ്റ്യൻ. WH questions are questions starting with WH words, including what, when, where, who, whom, which, whose, why, and how. Question words are used to ask about specific qualities, times, places, people, and so on. അപ്പോൾ WH questions എന്ന് പറഞ്ഞാൽ WHൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH questions. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ള, നമ്മൾ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന വാട്ട്, വെൻ, വെയർ, ഹൂ, ഹൂം, വിച്ച്, ഹൂസ്, വൈ ആൻഡ് ഹൗ തുടങ്ങിയ വേർഡ്സ്. ഓക്കെ, ഇനി ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് ക്വാളിറ്റീസിനെ കുറിച്ച് പറയാൻ, ടൈംസിനെ കുറിച്ച്, പ്ലേസിനെ കുറിച്ച്, പീപ്പിൾ ആൻഡ് സോ ഓൺ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? WH വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനെയാണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്ട്, വിച്ച്, വെൻ, വെയർ, വൈ, ഹൂ, ഹൂം, ഹൂസ്, ഹൗ തുടങ്ങിയവയാണ് WHൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ടിൻ്റെ മീനിങ് എന്താ? എന്ത്. ഓക്കെ, വിച്ച് ഏത്, വെൻ എപ്പോൾ, വെയർ എവിടെ, വൈ എന്ത്, എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെ ചോദിക്കാൻ വൈ ഉപയോഗിക്കാറുണ്ട്. ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടെ, ഹൗ എത്ര, എങ്ങനെ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ എന്നും യൂസ് ചെയ്യാറുള്ള WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ ഹൗവിൻ്റെ മീനിങ് എന്താണ്? എത്ര, എങ്ങനെ എന്നൊക്കെയാണ്. എങ്കിലും ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ഹൗ തന്നെ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ് തുടങ്ങിയവ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ WH ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് WH ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കുക. അതിന് ഈ ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന അത്രയും പഠിച്ചു വെക്കുക. അതെങ്ങനെയാണ് പഠിക്കേണ്ടത്? ഓരോന്നിൻ്റെയും മീനിങ് പഠിച്ചു വെച്ചേക്കുക. വാട്ട് എന്ത്, വിച്ച് ഏത്, വെൻ എപ്പോൾ, വേർ എവിടെ, വൈ എന്തുകൊണ്ട്, ഹൂ ആര്, ഹൂം ആരെ, ഹൂസ് ആരുടെ, ഹൗ എത്ര, എങ്ങനെ. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇവിടെ WH ക്വസ്റ്റ്യൻസും പർപ്പസും എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. പർപ്പസ് എന്ന് ഉദ്ദേശിച്ചത് ആ WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്ന്. ഫസ്റ്റ് വൺ, ഹൂ. ആസ്ക് അബൌട്ട് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി. ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ ചേർത്ത് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹൂ ഈസ് ഷീ, അവൾ ആരാണ്. ഹൂവിൻ്റെ മീനിങ് നമുക്കറിയാലോ, ആര് എന്നാണ് മീനിങ്. സോ ഹൂ ഈസ് ഷീ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആരാണ് അവൾ. ഓക്കെ, ഹൂ ആർ യു എന്ന് ചോദിക്കത്തില്ലേ. നെക്സ്റ്റ്, ഹൂം.
ഹൂമിൻ്റെ മീനിങ് ആരെ, ഒരു പേഴ്സണെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൂം ഡിഡ് യു സീ, ആരെയാണ് നീ കണ്ടത്. നെക്സ്റ്റ് ഹൂസ്, ആരുടെ എന്നാണ് മീനിങ്. ഒരു ഓണർഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ആരുടെ പേനയാണിത്, ആരുടെ ബാഗാണിത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂസ് യൂസ് ചെയ്യുന്നത്. ഹൂസ് ആർ ദീസ് കീസ്, ഈ കീസ് ആരുടെയാണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഈ താക്കോൽ ആരുടെയാണ്, അല്ലെങ്കിൽ ഹൂസ് ആർ ദീസ് പെൻസ്, ആരുടെയാണ് ഈ പേനകൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആരുടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹൂസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വോട്ട്, ആസ്ക് ഇൻഫർമേഷൻ അബൌട്ട് തിങ്സ്, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വോട്ട് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരാളുടെ പേര് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്താ ചോദിക്കാറ്, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കാൻ വോട്ട് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വെൻ, ആസ്ക് അബൌട്ട് ടൈം, ടൈമിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് വെൻ. വെൻ ഡിഡ് ഹീ ഡു എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴാണ് അവനത് ചെയ്തത്. ഓക്കെ, വെൻ ഡിഡ് ഹീ ഗോ, എപ്പോഴാണ് അവൻ പോയത്. ഓക്കെ, അത്തരം ആ സമയത്തെ സൂചിപ്പിക്കാനായിട്ടാണ് വെൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെയർ, വെയർ മീൻസ് എവിടെ. ആസ്ക് അബൌട്ട് പ്ലേസസ്, പ്ലേസസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, വെയർ ഡാസ് ജോർജ് ലിവ്, എവിടെയാണ് ജോർജ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടിനുള്ളിലായാലും എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ നമ്മൾ എന്ത് പറയും, ഇപ്പോൾ ബുക്കോ പേനയോ എന്തെങ്കിലും കാണാതെ പോയാൽ നമ്മൾ പറയും വെർ ഇസ് ദ പെൻ, വെർ ഇസ് ദ ബുക്ക് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എവിടെ എന്നുള്ള അർത്ഥത്തിലാണ് വെയർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൈ, വൈ മീൻസ് എന്ത്, എന്തിന്, എന്തുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വൈ യൂസ് ചെയ്യുന്നത്. ആസ്ക് അബൌട്ട് റീസൺസ്, എന്താണ് ആ കാരണം, ആ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, വൈ ഡു യു സേ ദാറ്റ്, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതാണ് വൈ. നെക്സ്റ്റ് വിച്ച്, വിച്ച് മീൻസ് ഏത്. ആസ്ക് അബൌട്ട് ചോയ്സ്, ചോയ്സിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് വിച്ച് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, വിച്ച് ഡ്രസ് ഡു യു ലൈക്ക്, ഏത് ഡ്രസ്സാണ് നിനക്കിഷ്ടം. അല്ലെങ്കിൽ വിച്ച് ബുക്ക് ഡു യു ലൈക്ക്, ഏത് ബുക്കാണ് നിനക്കിഷ്ടം. അപ്പോൾ ഏത് എന്നുള്ളൊരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹൗ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞു. ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം എന്നാണ് അതിൻ്റെ മീനിങ്. സോ ആസ്ക് അബൌട്ട് അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റീസ്. അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റീസിനോടാണ് ഹൗ മച്ച് യൂസ് ചെയ്യുന്നത്. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത സാധനങ്ങളോട് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. കുറച്ച് മിഠായി ഉണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൗ മച്ച്. ഓക്കെ, ഹൗ മച്ച് റൈസ് ഈസ് ലെഫ്റ്റ്, എത്ര അരി, എത്രത്തോളം അരി ഇനി ബാക്കിയുണ്ട് എന്നൊക്കെ ചോദിക്കാറുള്ളത്. അരി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ്. അരി നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അത്തരം അവസരങ്ങൾ നമുക്ക് ഹൗ മച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഹൗ മെനി, എത്ര. ആസ്ക് അബൌട്ട് കൗണ്ടബിൾ ക്വാണ്ടിറ്റീസ്. ഓക്കെ, കൗണ്ടബിൾ ക്വാണ്ടിറ്റീസിനോടാണ് ഈ ഹൗ മെനി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഹൗ മെനി ബാഗ്സ് ആർ ദെയർ, അവിടെ എത്ര ബാഗുകൾ ഉണ്ട്. അപ്പോൾ നമുക്കതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. 10 ബാഗാണെങ്കിൽ 10 ബാഗ് എന്ന് പറയാം, 100 ബാഗാണെങ്കിൽ 100 ബാഗ് എന്ന് പറയാം. അങ്ങനെ ഒരു കൃത്യമായ ഒരു കൗണ്ടബിൾ ക്വാണ്ടിറ്റി അവിടെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൗ മെനി യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ഹൗ, ഹൗ ഉപയോഗിച്ച് നമ്മൾ സാധാരണയായിട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ആസ്ക് അബൌട്ട് വേ, മാനർ, ഫോം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഹൗവിലാണ്. ഓക്കെ, ഹൗ ആർ യു, ഹൗ ഈസ് യുവർ വർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ, ഹൗ ഈസ് യുവർ മദർ, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ എങ്ങനെ എന്നുള്ള മീനിങ്ങിലാണ് ഹൗ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരം. ഓക്കെ, ലെങ്തിനെ സൂചിപ്പിക്കാനായിട്ട്. എക്സാമ്പിൾ, ടൈം ഓർ സ്പേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗ ലോങ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, എത്ര നേരം എടുത്തു ഇതെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നേരത്തേക്ക്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഹൗ തന്നെ അഡ്ജക്റ്റീവിനോടൊപ്പം യൂസ് ചെയ്യാറുണ്ട്. ആസ്ക് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ ഓർ തിങ്,
ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു തിങ്ങിൻ്റെ, ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജക്റ്റീവിനോടൊപ്പം ഹൗ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ ടോൾ ഈസ് ദ ബിൽഡിംഗ്? ആ ബിൽഡിങ്ങിന് എത്ര പൊക്കമുണ്ട്, എത്ര ഉയരമുണ്ട്, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ടോൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. അതിനോടൊപ്പം നമ്മൾ ഹൗവും കൂടെ ചേർത്തതൊരു ക്വസ്റ്റ്യൻ ആക്കി. കണ്ടോ? ഹൗ ടോൾ ഈസ് ദ ബിൽഡിംഗ്? ആ ബിൽഡിങ്ങിന് എത്ര ഉയരമുണ്ട്? അപ്പോൾ ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ പ്ലസ് അഡ്ജക്റ്റീവ് ആണ് ഹൗവിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് ഒരു ദിവസം കാണാം. ബൈ.